റെഡ്മി നോട്ട് 14 പ്രോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 31,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 14 പ്രോ പ്ലസ് എന്ന ഫോണിന്റെ പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ആദ്യം നിങ്ങൾ എന്തുകൊണ്ട് ഈ ഫോൺ മേടിക്കണം എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ ഒരു കാര്യം ഇതിന്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ്. ഇപ്പം ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ 12-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഡോൾബി വിഷന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. നോർമലി 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. പക്ഷേ ഇതിൽ 2560 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 1920 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 3000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. മികച്ചൊരു പ്രൊട്ടക്ഷനും ഫോണിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമുക്ക് ഒരു പോസിറ്റീവ് സൈഡിൽ തന്നെ പറയാവുന്നതാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ്. ഇപ്പം ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ f1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് ലൈറ്റ് ഫ്യൂഷൻ 800 സെൻസറാണ്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. മൂന്നാമത് 50 മെഗാ പിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 2.5x ഒപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലതാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഡിവൈസ് ഇല്ല. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റി മാത്രമാണ് പറയുന്നത്. ക്യാമറ ടെസ്റ്റിങ്ങിന്റെ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രം ഒരു കൺക്ലൂഷനിൽ എത്തുക. അത് കഴിഞ്ഞിട്ട് മാത്രം ഡിവൈസ് സെലക്ട് ചെയ്യുക. പിന്നെ ഇതിന്റെ പോസിറ്റീവായിട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററി സെറ്റപ്പ് ആണ്. 6200 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ബോക്സിൽ തന്നെ ചാർജറും വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. അതും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഗ്ലാസ് ബാക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ പോസിറ്റീവായിട്ട് പറയാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ബാക്കി കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇത് ഹാർട്ട് റേറ്റ് സെൻസറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വെയിറ്റ് വരുന്നത് ഏകദേശം 205 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.75 mm ആണ്. പിന്നെ ഈ ഫോണിന്റെ സ്പെക്ട്ര ബ്ലൂ അതുപോലെ തന്നെ ടൈറ്റാൻ ബ്ലാക്ക്, ഫാന്റം പർപ്പിൾ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ VC കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഹൈഡ്രോ ടച്ച് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോണിന്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല, നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 14 ബേസ് ആയിട്ടുള്ള ഹൈപ്രോ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. അപ്പം ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ട് തിരക്കില്ലാത്ത ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ അത്ര മികച്ചത് എന്ന് തോന്നാത്ത ചില ഫീച്ചേഴ്സും ഉണ്ട്. അപ്പം അതെന്തൊക്കെയാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഇതിന്റെ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മോശം പ്രോസസ്സറാണെന്നല്ല, പക്ഷെ അത്ര മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ പെർഫോമൻസും കൂടി കൺസിഡർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച പ്രോസസ്സർ അല്ല ഇത്. ഇപ്പം ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം പ്രോസസ്സർ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അതുമാത്രമല്ല LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം 31,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ മിനിമം UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
അതൊക്കെ ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പം അത് രണ്ടും കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ അല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാവർക്കും മെയിനായിട്ട് പെർഫോമൻസ് ആയിരിക്കില്ല വേണ്ടത്, വേറെ പല ഫീച്ചേഴ്സും ആയിരിക്കും വേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ ഇത് സെലക്ടും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിലും തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് കിട്ടേണ്ടതാണ്. പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച പെർഫോമൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മുടെ കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. അതിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ലഭിക്കും. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിലും മികച്ച പെർഫോമൻസ് ലഭിക്കും. പിന്നെ MediaTek Dimensity 9200+ എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണുകളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മെയിൻ ആവശ്യം ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്സറുകളുമായിട്ട് വരുന്ന ഫോണുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ പോക്കോയുടെ ഭാഗത്ത് നിന്ന് പോക്കോ F6 വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് അതിൽ വരുന്നത്. പിന്നെ വിവോ T3 അൾട്രയിൽ MediaTek Dimensity 9200+ എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറുമായിട്ട് റിയൽമിയുടെ റിയൽമി GT60 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ വൺപ്ലസിന്റെ OnePlus Nord 4 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഓപ്ഷനിൽ കൺസിഡർ ചെയ്യാൻ ഉള്ളത്. പിന്നെ ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 30,999 രൂപയാണ്. 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 32,999 രൂപയാണ്. അതുപോലെ തന്നെ 12GB റാം വെർഷന്റെ വില വരുന്നത് 35,999 രൂപയാണ്. ഡിസംബർ 13 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓൺ പേപ്പർ നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. പക്ഷേ പ്രോസസ്സറും അതുപോലെ തന്നെ റാം ടൈപ്പും സ്റ്റോറേജ് ടൈപ്പൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഇത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ അല്ല. പ്രോസസ്സറിന്റെ കാര്യത്തിൽ കുറച്ച് ബാക്കിലാണ്. ബാക്കി ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പം നിങ്ങളുടെ മെയിൻ ആവശ്യം അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ഫോണിന്റെ പ്രൈസിങ്ങും അത്ര മികച്ചൊരു പ്രൈസിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഇതിൽ ശരിയാണ് ടെലിഫോട്ടോ ലെൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കേർവ്ഡ് ഡിസ്പ്ലേയും 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേയും നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പം വില കുറച്ച് കൂടിയേക്കാം. പക്ഷെ കൂടുകയാണെന്നുണ്ടെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നൊരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു 26,000 to 28,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ്. ആ ഒരു പ്രൈസിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിരക്കേടില്ലാത്തൊരു ഫോൺ എന്നൊക്കെ പറയായിരുന്നു. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് മൊത്തത്തിൽ വളരെ മികച്ചൊരു ഫോൺ എന്ന് പറയാൻ പറ്റില്ല. പ്രോസസ്സർ അത്ര മികച്ചതല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കൊടുക്കായിരുന്നു. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.